പരിപാടി? സപ്ലൈകോ വഴി സബ്സിഡിയായി വെളിച്ചെണ്ണ കൊടുക്കുന്ന രീതിയുണ്ട്. എന്നാൽ ഓണത്തിൻ്റെ സ്പെഷ്യലായി വെളിച്ചെണ്ണ വില കുറച്ച് കൊടുക്കാനുള്ള നടപടി സപ്ലൈകോ വഴി പൊതുവിതരണ വകുപ്പ് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. കേരളത്തിലെ കേരഫണ്ട് അടക്കം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും സഹകരണ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപനങ്ങളാണെങ്കിലും ഇത്തരമൊരു ഘട്ടത്തിൽ അവരുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വെളിച്ചെണ്ണയുടെ വില കുറച്ചു കൊടുക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഈ സമയത്ത് ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പം ഈ റേഷൻ വാങ്ങാത്ത ഒരുപാട് പേരുണ്ടല്ലോ, അവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു. ഞങ്ങൾക്ക് ഔദ്യോഗികമായി കത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനൊരു ഡയറക്ഷനുള്ളതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്താണെന്ന് പരിശോധിക്കും. ഞങ്ങൾ 98.5% കസ്റ്റഡിയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ മുൻഗണനാ വിഭാഗത്തിൻ്റെ 98.5% ആളുകൾ കസ്റ്റഡിയിൽ പങ്കെടുക്കുന്നു. ബാക്കി ആളുകളെ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് വിവരം കിട്ടിയാൽ അതനുസരിച്ചുള്ള തീരുമാനം. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. വളരെ ചെറിയ നോമിനൽ വെച്ചുള്ള ഒരു 1.5 ലക്ഷത്തിൻ്റെ ഇന്ന് റേഷൻ കടകളൊക്കെ സന്ദർശിച്ചിരുന്നു. എന്തായിരുന്നു അനുഭവം? അല്ല, നിങ്ങൾ നാട്ടുകാരോട് ചോദിച്ചു. അവിടെ നിന്ന് അമ്മമാരും സഹോദരന്മാരും പറഞ്ഞത് എന്താ, ഏറ്റവും സൂപ്പറായിട്ടുള്ള അരിയാണ് കിട്ടുന്നത്. അവർ പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞു, ഈ കോഴിക്കോട് ഭാഗത്ത് മട്ട ഒഴിവാക്കിയിട്ട് അവർക്ക് സാധാരണയുള്ള കുരുക്കലരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓണത്തിന് കൊടുക്കുന്ന ക്വാണ്ടിറ്റി മട്ട ആവശ്യമുള്ള മലയോര മേഖലയിൽ കൊടുക്കുകയും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒഴിവാക്കിയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നം കൊടുക്കാനുള്ള നടപടി.